ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിസ പ്രിൻസാണ്. ഞാനിന്ന് പറയാൻ പോകുന്നൊരു വിശേഷം നമ്മുടെ ചാലക്കുടി പള്ളി ഫൊറോന പള്ളിയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കമ്മ്യൂണിറ്റി ഭാരവാഹികളുടെ അല്ലെങ്കിൽ കേന്ദ്രസമിതി അംഗങ്ങളുടെ ഒരു സെമിനാർ നടന്നിരുന്നു കേട്ടോ. അപ്പോൾ സെമിനാറിന് തുടക്കം തന്നെ നമ്മുടെ ഇപ്പോഴത്തെ MLA മാരും മന്ത്രിമാരൊക്കെ ആയിട്ടുള്ള നമ്മുടെ OG ജനീഷ് സാറ്, നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി OG ജനീഷ് സാറ് കായികം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ സാറ്, പിന്നെ സനീഷ് കുമാർ MLA സാറ്, ഇവരെല്ലാവരും ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആരെങ്കിലും ഇട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഈ സ്റ്റേജിലിരിക്കുന്നവരൊക്കെയാണ് അദ്ദേഹങ്ങൾ കേട്ടോ. അപ്പോൾ പിന്നെ കുറേ ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെല്ലുപാടെ എന്നോട് ചോദിച്ചു, അവിടെ അടുത്ത് ചാർജുള്ള ഒരാളാണ് ഇരിക്കുന്നത്. എൻ്റെ അടുത്ത് ചോദിച്ചു, ബിസ പ്രിൻസ് അല്ലേ എന്ന് ചോദിച്ചു. ഇതായിരിക്കുന്ന ബ്രൗൺ കളർ ഷർട്ട് ഇട്ട ആ ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ പേര് റോയിജി കളത്തിങ്കൽ എന്നാണ്. എൻ്റെ വില്ലേജിയുടെ പള്ളിയും പിന്നെ പള്ളിയിലെ അംഗവും നമ്മുടെ കൂട്ടുകാരൻ ബേബിച്ചേട്ടൻ്റെ കൂട്ടുകാരനും അങ്ങനെ ഒക്കെ ആ പുള്ളിക്കാരൻ എന്നെ നല്ല പരിചയം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ അതേന്ന് പറഞ്ഞു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ കുടുംബ കൂട്ടായ്മ അല്ലെങ്കിൽ ഈ സംഗമത്തിൻ്റെ ഈ ഒരു ദിവസത്തെ സകല ചാർജും വഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ തിരിച്ചറിഞ്ഞതിലും പരിചയപ്പെട്ടതിനും ഒരുപാട് സന്തോഷം. പിന്നീട് ഞാൻ വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ ഫുഡൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ നമുക്കത് അതിൻ്റെ ചടങ്ങുകളിലോട്ട് കിടക്കാം. ഉദ്ഘാടനവും അധ്യക്ഷ പ്രസംഗമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ തിരികെ കളിക്കുന്ന അച്ഛനുണ്ടല്ലോ, അച്ഛൻ്റെ പേര് ഞാൻ മറന്നു. അച്ഛൻ നല്ലൊരു ക്ലാസ് നയിച്ചു, വളരെ നല്ലതായിരുന്നു. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം, എന്നിട്ട് ബാക്കി വിശേഷം പിന്നെ കാണാം. അവൻ നുണയും നുണയുടെ പിതാവുമാണ്. മനസ്സിലാവുന്നല്ലോ? ഈ നമുക്കൊരു മുറിവുണ്ടായി കഴിയുമ്പോ ഈ പിശാച് വന്നിട്ട് നമ്മള് നുണ പറയും. എങ്ങനെയാ പറയാം നുണ പറയുന്നത്? ഇപ്പൊ നമുക്കൊരു ശാരീരിക രോഗം വന്നു കരുതുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്യാൻസർ ഡിറ്റക്ട് ചെയ്തേക്കാനുണ്ട്. ക്യാൻസർ മനസ്സിലാവുന്നല്ലോ, മാരകമായ ഒരു രോഗമാണ്. അപ്പൊ നിങ്ങളോട് ഈ പിശാച് വന്നിട്ട് പറയും, നീ ഇത്രയും ദിവസം പള്ളിയിൽ പോയിട്ട് നീ കുടുംബ ഭാരവാഹിത്തെ ഏറ്റെടുത്ത് ഇത്രയും നന്മ ചെയ്തിട്ട് എന്ത് കാര്യം? നീ ഒരു പരാജയമാണ്. നിന്നെ ആർക്കും വേണ്ട, നിന്റെ ജീവിതം തന്നെ നഷ്ടമാണ്. ഇതൊക്കെ ആര് പറയുന്നതാണ്? പിശാച്. നിങ്ങൾ വീട്ടിൽ നോക്കിയാൽ നിങ്ങളുടെ വീട്ടില് ഈ മുറിവുകൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കുറിച്ചും ഈ തിന്മയുടെ അയോഗ്യം നമ്മുടെ ചെവിയിൽ മന്ത്രിക്കുന്നു. നുണ. നീ പരാജയമാണ്, നിന്റെ ഭാര്യ ശരിയല്ല, ഭർത്താവ് ശരിയല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നുണ. ഈ നുണയെ നമ്മൾ വിശ്വസിച്ചാൽ തീർന്നു. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളല്ലേ? വേണ്ടതൊക്കെ ആദ്യം പറഞ്ഞാലും ശരി. പിന്നെ നമ്മുടെ ഇവിടെ മുറിവുണ്ടല്ലോ, ആ മുറിവിന്റെ വേദനയെ പരിഹരിക്കാൻ വേണ്ടി ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ കുട്ടികൾ മുറിവുണ്ടാകുന്ന വേദന പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ റീൽസ്, ഈ മൊബൈൽ വാച്ചുകൾ. നിങ്ങൾക്കറിയാം, സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൊബൈൽ ഉപയോഗിക്കുന്നത് പലരും. അതിലൂടെ ഈ യൂട്യൂബിലും അല്ലെങ്കിൽ റീൽസ് ഒക്കെ കണ്ട് നമ്മുടെ മനസ്സിൽ പ്രത്യേക സുഖത്തിലാവാണ്. ഡോപാമിൻ ഹൈറ്റ് എന്നാണ് പറയുന്നത്. സ്പൈക്ക്. മുറിവ് തെറ്റായ മാർഗത്തിലൂടെ പരിഹരിക്കാനുള്ള ഉപദേശമാണ് ആര് തരുന്നത്? കുഞ്ഞുമോളെവിടെയാ? അവിടെയുണ്ടോ? ആ, കുഞ്ഞുമോൾ അവിടെയുണ്ട്. നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ അവസരം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് എനിക്ക് മനസ്സിലായി. ഭാര്യയുടെ പേര് മോളി എന്നല്ലേ? ശരിക്കും ഈ ചേട്ടൻ മോളിന്ന് വിളിക്കുമ്പോഴാണ് കുഞ്ഞുമോളിന്ന് വിളിക്കുമ്പോഴാണ് കൂടുതൽ സ്നേഹം തോന്നാൻ. കേട്ടില്ല പറഞ്ഞാണെങ്കിലും കുഞ്ഞുമോളി എനിക്ക് നിങ്ങൾ കുടുംബ ഭാരവാഹിയോട് പറയാനുള്ളത് വീട്ടിലുള്ളവരെ ഓമന പേരിട്ട് വിളിക്കണോ? ചേട്ടൻ നോക്കുന്നുണ്ട്. നടന്നു തന്നെ അച്ഛൻ ആ മുതലിനെ കണ്ട വിളിക്കാൻ തോന്നുന്നേ. നോ, നിങ്ങളുടെ ശുശ്രൂഷ വഴി കുടുംബങ്ങൾ ശാക്തീകരിക്കപ്പെടുകയും മുറിവുകൾ ഉണങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിന് സ്നേഹം വേണ്ടേ? വേണ്ടേ? സ്നേഹം വേണ്ടേ? നിങ്ങളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ ഓമന പേരിട്ട് വിളിച്ചു നോക്കിയേ, വാത്സല്യത്തോടെ വിളിച്ചു നോക്കിയേ. സ്നേഹം അല്ലേ? നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ
നന്മ കണ്ട നാളെ സഹായിക്കുന്ന അച്ഛനാണ്. അച്ഛൻ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലോസം 10 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിനകത്ത് ഞങ്ങൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്ത കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ തിരുത്തുന്നതിന് മുമ്പ് അവരെ സാന്ത്വനിപ്പിക്കണമെന്ന്. കംഫർട്ട് ബിഫോർ കറക്ഷൻ. എങ്ങനെയുണ്ട്? കുഞ്ഞുങ്ങളെ തിരുത്തുന്നതിന് മുമ്പ് നിങ്ങൾ കുഞ്ഞുങ്ങളുള്ളവരെ ഷൗട്ടിയാറില്ല, അവരുടെ മുഖത്ത് നോക്കി ഇല്ല ഷൗട്ടിയാറില്ലേ? ഒരു കാര്യം തന്നെ നമ്മൾ പലവട്ടം പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ നമുക്ക് വരുന്നത് ഷൗട്ടിങ് അല്ലേ, ദേഷ്യപ്പെടുതല്ലേ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ അടുത്ത് പോയി ആ കുട്ടിയോട് സാന്ത്വനിപ്പിക്കണമെന്ന്. ആ കുട്ടിയുടെ വൈകാരിക അവസ്ഥ തിരിച്ചറിഞ്ഞിട്ട് ആ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയെന്ന് കുട്ടിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞിട്ട് പിന്നെ തിരിക്കോളൂ. അപ്പോൾ ക്ലാസ്സൊക്കെ അതിഗംഭീരമായിട്ട് നടന്നു കേട്ടോ. നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും ദഹിക്കുന്ന രീതിയിൽ, മനസ്സിലാവുന്ന രീതിയിൽ അച്ഛൻ ക്ലാസ് എടുത്തേ. നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് ചായയും വടയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ്സിന് കയറിയത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വിശുദ്ധ കുർബാനയുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ല ചോറ്, സാമ്പാർ, ഒരു പെരി, അച്ചാർ തുടങ്ങിയ നല്ല ഭക്ഷണമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്ത ഇതിൻ്റെ ഈ കുടുംബ കൂട്ടായ്മയുടെ നേതൃസംഗമം 2026 എല്ലാ ഭാരവാഹികൾക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ശ്രീ റോയ് ജെ കളത്തിങ്കലിനും. അദ്ദേഹം എന്നെ പരിചയപ്പെട്ടു. ഒരുപാട് സന്തോഷം. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിനെതിരെ നല്ലൊരു ചാർജ്, ഇതിൻ്റെ നല്ലൊരു ചുമതല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ നല്ല പരിപാടിയായിരുന്നു. വളരെ എൻജോയ് ചെയ്തു. നല്ല ഫുഡ് കഴിച്ചു. നല്ല കുർബാന കൂടി. അപ്പോൾ എല്ലാം നന്നായിരുന്നു. ഇനിയും ഇങ്ങനത്തെ ക്ലാസ്സുകളും ഒക്കെ പ്രതീക്ഷിക്കുന്നു. ഈ അച്ഛൻ്റെ പേര് ഏതെങ്കിലും പാരൻസ് മീറ്റിങ്ങിനോ PTA സെമിനാറിനൊക്കെ അച്ഛൻ്റെ ക്ലാസ് വേണമെന്നുള്ളവർ പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഞാൻ അച്ഛൻ്റെ പേര് തപ്പിപ്പിടിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഞാൻ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. നിലവിൽ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ വിശേഷങ്ങളെല്ലാം. അപ്പോൾ ഒരു ദിവസം നല്ല അറിവുകൾ കിട്ടിയതിനും നല്ല കുർബാന കൂടാൻ പറ്റിയതിനും, കുർബാന അല്ലെങ്കിലും നമ്മുടെ പള്ളിയിൽ അടിപൊളി കുർബാനകളാട്ടോ. നമ്മുടെ നിക്സൺ അച്ഛൻ 3 നേരം 4 നേരം ഒക്കെ കുർബാനയുണ്ട്. ആവശ്യക്കാർക്കൊക്കെയും നമ്മുടെ പള്ളിയിലോട്ട് വരാം. 6 മണിയൊക്കെ എല്ലാ ദിവസവും 6 മണിക്കും 7 മണിക്കും കുർബാനയുണ്ട്. വൈകുന്നേരം 7 മണിക്കുണ്ട്. സൺഡേയിൽ 6 മണിക്കും 8 മണിക്കും പിന്നെ 10:45 പിന്നെ വൈകിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം 6:30. ബാക്കിയുള്ള ദിവസം വൈകിട്ട് 7 മണിക്ക്. അങ്ങനെ കുർബാനകളുണ്ട്. ഇവിടെ ഒന്നിനും ഒരു കുറവില്ലായിരുന്നു നമ്മുടെ പള്ളിയിലെങ്കിലും. നമ്മളെല്ലാവരും കൂടി അവിടെ കൂടിയപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ടാറ്റാ, ബൈ ബൈ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഒരു വെളിച്ചമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു. ടേക്ക് കെയർ.